കാര്യവും. പെരുന്നാളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഒറ്റപ്പെടലും പെരുന്നാളായിരുന്നു. ഒരിക്കൽ മാത്രം 2 വട്ടത്തെ പെരുന്നാൾ മാത്രം സന്തോഷമായിട്ട് കൊണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പെരുന്നാൾ എങ്ങനെ ആവുമെന്നറിയില്ല. ജീവിതത്തിൽ 2012 കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് കൊണ്ട പെരുന്നാൾ ഇതൊക്കെയാണ്. അതായത് ഒരിക്കൽ ഷംസ് വന്നിട്ട് മീൻ കച്ചവടമൊക്കെ ചെയ്താന്ന് എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്ത്. പിന്നെ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ അൽഹംദുലില്ലാഹ് സന്തോഷമായിരുന്നു. പിണക്കത്തിന് ശേഷമുള്ള ഒരു ഒന്നിപ്പും മക്കളുമായിട്ട് വലുതായിട്ട് പുറത്ത് പോയില്ല. അപ്പോൾ പിന്നെ ഛർദിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ തുടക്കമല്ലായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഛർദിലും കാര്യങ്ങളൊക്കെ എല്ലാം മാറി. മനമറിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകിട്ടാവുന്ന സമയത്ത്. പിന്നെ ഒരുപാട് പേര് വെച്ച് കൊച്ചിന് പേര് കണ്ടെത്തിയ പേര് ഓൾറെഡി കണ്ട് അന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേരിൻ്റെ കാര്യമൊന്നും തീരുമാനിച്ചിട്ടില്ല. കാരണം എന്താവും എങ്ങനെ ആവുമെന്നൊന്നും അറിഞ്ഞില്ല. പേരൊക്കെ നമുക്ക് 8-ാം മാസമാകുമ്പം ഞങ്ങൾ അടുത്ത് ചോദിക്കും ഇന്ന പേര് മതിയാ ഇൻഷാ അല്ലാഹ് അപ്പോഴും. അപ്പം എന്തായാലും 5-ാം മാസമായിട്ടുണ്ട്, സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. ഇനി TT എടുക്കണം, ഹെൽത്ത് ബുക്ക് മേടിക്കണം. നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നുള്ള കുട്ടീന് ഇഞ്ചക്ഷൻ എടുക്കുന്ന ബുക്കുണ്ടല്ലോ, അത് മേടിക്കണം. പിന്നെ എല്ലാവരും ദുആ ചെയ്യണം. ഒരാപത്തും ഇല്ലാതെ പ്രസവിച്ച് രണ്ട് ഉയിര് പിടിച്ച് മക്കൾക്ക് ഒരു ഉമ്മയായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സങ്കടം ഇപ്പോൾ സഹിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പറഞ്ഞ് പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ കുറച്ച് നന്നായി കാര്യങ്ങളൊക്കെ നന്നായി. കാരണം നമുക്ക് ഇവിടെയൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ. കാരണം ഇവിടെയൊക്കെ മുമ്പത്തെ എല്ലൊക്കെ ഇനി കാണാമായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് അത്യാവശ്യം കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കുകയാണ്. അല്ലാ. പിന്നെ നെഗറ്റീവ് പറയുന്നവർ കമൻ്റ് ഇട്ടോളി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? നെഗറ്റീവൊക്കെ ഇട്ടോ. നസ്ർ മോള് ഞാനും കൂടിയാണ് ഹോസ്പിറ്റലിൽ പോണത്. ജീവിതത്തിൽ തീരുമാനം എടുക്കണമെന്ന് വെച്ചാൽ എങ്ങനെ തീരുമാനം എടുക്കും, എന്തെടുക്കും? ഇന്നത്തെ കാര്യം ഹെൽപ്പിന് ആരുമില്ല. ഒരാളെ വിളിക്കണമെങ്കിൽ 1000 രൂപ കൊടുക്കണം ഡെയിലി, അല്ലെങ്കിൽ 800 ചിലവും. മക്കളെ സ്കൂളിൽ വിടക്കാം. ഈ ഒരു മാസം ഓക്കെ, ഇങ്ങനെ അടുത്ത മാസം നല്ല ബുദ്ധിമുട്ടാണ്. കാരണം മക്കളെ സ്കൂളിൽ വിടക്കാം, ചോറ് കറി ഇവരെ ഒരുക്കൽ ഇതാക്കൽ എല്ലാം കൊണ്ട് വരുമ്പോഴത്തേക്ക് നല്ല ടയേർഡാവും. മൂത്ത കുട്ടി കുറച്ച് പ്രാപ്തി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഏജ്ഡായിട്ടാണെങ്കിലും ഓക്കെയാണ്. നസ്ർ മോളാണെങ്കിൽ പമ്മി ഉഷാറ്. അതായത് പെട്ടെന്നൊന്നും ഒരു കാര്യം ചെയ്തെത്തൂല. നോക്കാം ഇൻഷാ അല്ലാഹ് അല്ലേ. എല്ലാത്തിനും റബ്ബുണ്ടല്ലേ കൂട്ട്. ഭയങ്കര സങ്കടമാണ് മക്കളെ. ജീവിതം ഇങ്ങനെ ആയിപ്പോയാലേ. ഒരുപാട് പ്രതീക്ഷയും സ്വപ്നവും കണ്ട ജീവിതം വരുന്നു. ഓർക്കുമ്പം കരഞ്ഞ് കണ്ണീരില്ല. ഷാന ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. നസ്രമോളും മുത്തുമോനും മിച്ചിമോനും ചോദിക്കും ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പുറത്ത് പോകാമായിരുന്നു, ബീച്ചിൽ പോകാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പറയും. നല്ല ജീവിതമായിരുന്നെങ്കിൽ, പ്രശ്നമൊന്നും ഇല്ലായിരുന്നെങ്കിൽ. രണ്ടുമല്ലാത്തൊരു പരുവം. എനിക്കും എങ്ങും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം ഛർദിലും കാര്യങ്ങളും ഒക്കെ മാറി. അത് മാത്രമല്ല, ഇവരെ 3 പേരെയും പുറത്ത് കൊണ്ടുപോകുന്നത് റിസ്ക്കാണ്. മുത്തുമോനും മിച്ചുമോനും പുറത്തിറങ്ങിയ ഭയങ്കര ഇടങ്ങേറാക്കി കളയും. ഇപ്പം 2 ദിവസം മധുരമൊന്നും കൂട്ടണ്ട അല്ലേ. ഷുഗർ ടെസ്റ്റ് ഉണ്ട്, മറ്റേ ഗ്ലൂക്കോസ് കലക്കി, പിന്നെ തൈറോയ്ഡ്, യൂറിന്, പിന്നെ ബ്ലഡ്, നമ്മളെ ബ്ലഡിൻ്റെ അളവില്ലേ അത്, അനോമലി സ്കാൻ, ഇത്രയുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് റിസൾട്ടിലൊന്നും ഒരു കുഴപ്പം ഉണ്ടാവല്ലേ എന്നാണ്. കാരണം 5-ാം മാസത്തിലെ സ്കാനും 3 സ്കാനൊക്കെ പ്രധാനപ്പെട്ട സ്കാനാണ്. അതുകൂടെ കഴിഞ്ഞു, ഡെലിവറിയും കൂടെ കഴിഞ്ഞെങ്കിലെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെയെങ്കിലും ഒരു 4 മാസം കൂടെ തള്ളി നീക്കിയാൽ അൽഹംദുലില്ലാഹ് റാഹത്ത്. പിന്നെ ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കമൻറ്റ് കണ്ടതാണ്, എന്തിനാണ് ആട് മട്ടൻ മേടിച്ചിട്ട് തിന്നാൻ പറ്റിയില്ല. ഞാൻ മട്ടൻ തിന്നില്ല കേട്ടാ. മട്ടൻ ഞാൻ കഴിക്കാറുമില്ല.
ബീഫും കഴിക്കാറില്ല. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനി മക്കളെ കുളിപ്പിക്കണം, കുറച്ച് തുണികളൊക്കെ പറക്കി ഒതുക്കാനുണ്ട്. മക്കളെ നല്ല കുരുത്തക്കേടിൽ നിൽക്കുന്ന ടൈമാണ്. മുത്തമ്മ പള്ളിയിലൊക്കെ പോയി